ഇഷ്ടം പോണം സംഭവങ്ങളുടെ ഒരു കലവറ തന്നെ, ഒന്നും പറയണ്ട. എല്ലാം ഫ്രഷ് പോകുന്നത്. ഇപ്പോൾ കേക്ക് മേടിക്കാൻ വേണ്ടിയാണ്. EBIN ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരാളെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോഴാണ് നിക്കറ നിർത്തിക്കൊണ്ടുള്ള ഒരു ബർത്ത്ഡേ. അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ആരാന്നല്ലേ പോയി കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ പെട്ടെന്നൊരു പരിപാടിയായിരുന്നു. ഫെബിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഇന്ന് കുറച്ച് നേരം മുന്നേ കണ്ടേ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് കേക്ക് ആയിട്ട് നേരെ ഫെബിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നിട്ട് അവനെ വിശ്വസിക്കണം. അതാണ് എൻ്റെ വീഡിയോ. ഇന്നലെ അവനെ ലൊക്കേഷനെ കൊണ്ടിട്ട് ഫെബിനായിരുന്നു. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോഴാണ് അവൻ്റെ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്, ബർത്ത്ഡേ ആണ്. അവൻ നല്ല ഉറപ്പാണ്. അവൻ 5 വന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ കുഞ്ഞ് കേക്ക് മേടിക്കാൻ വേണ്ടി നേഷൻസി വന്നതാണ്. നേഷൻസിൽ നിന്ന് ഒരു കുഞ്ഞ് കേക്കൊക്കെ മേടിക്കുന്നു, എന്നിട്ട് പോകുന്നു. നേഷൻസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇഷ്ടം പോണം സംഭവങ്ങളുടെ ഒരു കലവറ തന്നെ, ഒന്നും പറയണ്ട. എല്ലാം ഫ്രഷ് ഫ്രൂട്ട്സ്, ഒരുപാട് സാധനങ്ങൾ, ഫ്രഷ് മീൻ, പിന്നെ ഒരുപാട് ഫ്രഷ് വെജിറ്റബിൾസ് എല്ലാം നമുക്കിവിടെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ നേരെ ഇവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഇവർ ഇതൊക്കെ ജസ്റ്റ് ഓപ്പൺ ആക്കി വരുന്നുള്ളൂ. ഇവർ സമയം രാവിലെ ഒരു ഇപ്പോൾ സമയത്ത് 8 മണി ആയി. വാവയിൽ ലൂക്കാച്ചനൊന്നും എവിടെയാണ് ചെന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇതുവരെയായിട്ട്. വാവയിൽ ലൂക്കാച്ചനും നമ്മുടെ അബുദാബിയിൽ നിന്ന് കൊച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിക്കാണുമായിരിക്കും. ചെല്ലുമ്പോൾ വിളിക്കും അവർ കേട്ടോ. ഇവിടെയാണ് ഫ്രഷ് ഫിഷൊക്കെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഒരുപാട് ഫ്രോസൺ ഐറ്റംസൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ ഫ്രോസൺ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള മീറ്റ് കാര്യങ്ങൾ ഞാനൊരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ പക്ഷേ നേരെ പോകുന്നപ്പോൾ കേക്ക് മേടിക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു പേസ്ട്രി ഉണ്ട്. അവിടെ പോയി ഇഷ്ടംപോലെ വെറൈറ്റി കേക്കുകൾ നമുക്ക് കിട്ടും. അത് മേടിച്ചിട്ട് നമ്മൾ ഫെബിൻ്റെ അടുത്ത് പോകുന്നു. അതാണ് ഓക്കെ. കേക്കൊക്കെ ഇവിടെ റെഡിയാണ്. പോയിട്ട് പടക്കെ പെട്ടെന്നുള്ളൊരു കേക്ക് എടുക്കുന്നു, നേരെ വീട്ടിൽ പോകും. ഏതാണെന്ന് ഇങ്ങനെ തപ്പി പിടിക്കണേ. ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഫെബിൻ FEBIN. അപ്പോൾ നമ്മൾ തിരി മേടിച്ചു. നെയിമൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി കൊടുത്തത്. ഇവിടെ ഞാൻ എഴുതി തരണമെന്ന് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ഫെബിൻ. അവർ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതി തന്നൊരു കുക്കീടെ ഉണ്ടല്ലോ, കേക്കിൻ്റെ വണ്ടി വെക്കണം. നമ്മൾ മേടിച്ച കേക്ക് ഈ ഒരു കേക്കാട്ടോ. നൈസാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണുന്നത്. ഒരു വാനില ഒരു ഫ്ലേവർ മിക്സ്, അടിപൊളി സംഭവം. എന്തായാലും നമുക്ക് അവനെ പോയിട്ടൊന്ന് സർപ്രൈസ് ചെയ്യാം. അവൻ നല്ല ഉറക്കത്തില്ല. 5 അവിടെ ഉണ്ട്. 5 ഡ്യൂട്ടിക്ക് പോകണം, 10 മണിക്ക്. അതിന് മുന്നേ അവിടെ ചെല്ലണം. ഉണ്ടോ, ഇത് ഭയങ്കര ഒരു സെറ്റപ്പ് ആട്ടോ. ഇവിടെ ഇഷ്ടം കിട്ടാത്ത സംഭവങ്ങളൊന്നും ഇല്ല, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. അവിടെ മെഡിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും സാധനം ഒരു ചെക്കൗട്ട് ചെയ്തിട്ട് പോകും. അതുകൊണ്ടോ കിച്ചൺ ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കിട്ടും. യെസ്. ഇന്നാണെങ്കിലും ഇപ്പോൾ ഏകദേശം സമയം ഇവിടെ എത്രയായി? 9:36. വാവയൊക്കെ ഒരു 1-1.5 മണിക്കൂറുള്ളിൽ നമ്മുടെ കൊച്ചിയിൽ എയർപോർട്ടിൽ ചെല്ലുമെന്നാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. അവരവിടെ എന്തായിരുന്നു അവസ്ഥ, ലൂക്കാച്ചൻ്റെ അവസ്ഥ, ലൂക്കാച്ചൻ എങ്ങനെയാണ് അവിടെ ചെന്നതെന്നൊക്കെ എനിക്കിനി വാവനെ വിളിച്ച് ചോദിച്ചറിയണം. പപ്പായും അമ്മയൊക്കെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി. ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ സണ്ണി പപ്പായും ടോമി പപ്പായും ഉണ്ട്. കൂടെ ലൗലിയമ്മയും ഡോളിയമ്മയും ഉണ്ട്. പിന്നെ ഒരു ചേട്ടായുണ്ട്. ചേട്ടായുടെ വണ്ടി വിളിച്ചാണ് പോയേക്കുന്നത്. എന്തായിരിക്കും അവസ്ഥ എന്ന് ആർക്കറിയാം. അവിടെ ചെന്നിട്ട് ലഗേജ് കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അവൾ തന്നെയാണ് പോയത് കുഞ്ഞാപ്പിയുടെ. അപ്പോൾ ആരെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാൻ കാണുമായിരിക്കും. പിന്നെ അവൾ പൊളിയില്ലേ, സെറ്റ് ചെയ്തോളൂ. ഫെബിന് വൈകിട്ട് 5 മണിക്കാണ് വർക്ക് കാര്യങ്ങളൊക്കെ. 5-നാണ് രാവിലെ പോകണം. ഞാനാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ കുറച്ച് സമയം മാറ്റി വെച്ചു. അവരെന്നോട് പറഞ്ഞു ഒരു 11:30 വന്ന് കയറാമെന്ന് വെച്ചു. കറക്റ്റ് സമയം. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോഴാണ് ഫെബിൻ്റെ ബർത്ത്ഡേ എന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു ഇതുണ്ട് നമ്മുടെ നേഷൻസ്. അവിടെ പോയിട്ട് കേക്ക് മേടിച്ച് പടക്കേന്ന് നിന്ന് കേക്ക് അവൻ നല്ല ഉറക്കമെന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേനും. അപ്പോൾ എന്തായാലും പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് പോരാന്ന് വിചാരിച്ച്. എന്തായാലും കൊള്ളാം. നമ്മുടെ സെയിം അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് അവരും താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. വാവയും ലൂക്കാച്ചനും പോയപ്പോൾ തൊട്ട് തിരിച്ച് ഞാൻ അവർ എയർപോർട്ടിൽ വിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ, വീട്ടിലൂടെ കയറിയപ്പോൾ ഭയങ്കര ശോകമായിപ്പോയി. ഭയങ്കര ഒരു അനക്കവും ഇല്ല, വെള്ളവും ഇല്ല. അതിൻ്റെ പിന്നെ ഞാനിങ്ങനെ ഓർത്തു എത്ര നാളായി, എങ്ങനെ ഇനി പെട്ടെന്ന് ഓരോ മാസം പോയിട്ട് ഇന്ന് പെട്ടെന്ന് നാട്ടിൽ പോയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോ ദിവസം കടന്ന് പോട്ടെ. ഇതൊക്കെയല്ലേ ഒരു രസം, അവർക്കൊരു സന്തോഷം.
എന്തായാലും കൊള്ളാം. ഫെബിൻ്റെ എല്ലാ കാര്യത്തിനും ഓടി ഓടി വരുന്നതാണ്. നമ്മുടെ സിനിമ അപ്പാർട്ട്മെൻറ്റിലാണ് ഞാനവിടെ 9th ഫ്ലോറിൽ, അവന് 14th ഫ്ലോറിലാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനാണ് ഇറങ്ങി വരും. നമ്മുടെ ലൂക്കാച്ചൻ ഉണ്ടായപ്പോൾ തൊട്ട് എല്ലാ കാര്യത്തിനും നമ്മുടെ അടുത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ബ്രദറിനെ പോലെ. അപ്പോൾ എന്തായാലും അവനൊരു കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. നൈസാണ്, സർപ്രൈസാണ്. അവനെ അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കമാണ്. നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ. ഓക്കെ, ഞാനിപ്പോൾ അവിടെ ഫെബിൻ്റെ വീട്ടിലാണ്. അഞ്ചു കൂടെ ഉണ്ട്. അവൻ നല്ല ഉറക്കമാണ്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാം. ഫുള്ള് തിരികെ കത്തിച്ചെന്ന് ഞാൻ പുകയ്ക്ക് അവനെ പുകച്ച് കാണിക്കുന്നു. ആള് നല്ല ഉറക്കത്തിന്. എനിക്കൊന്ന് ഓർമ്മ എടുത്ത് കത്തിച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ കത്തിച്ചാൽ മതി. ഓക്കെ ഓക്കെ, എന്താണെന്നൊരു പിടുത്തമില്ലേ, പോയി നോക്കാം. ഫെബിൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ. Happy birthday to you, happy birthday to you, happy birthday, happy birthday, happy birthday to you. മോനെ ഹാപ്പി ബർത്ത്ഡേ അളിയാ, ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് വാ കേക്ക് കട്ട്. നല്ല കത്തി ഉറക്കം, കട്ടക്ക് ഉറക്കമായിരുന്നു. ഉറക്കത്തീന്ന് എണീറ്റ് വന്നേക്കോടെ. അപ്പോൾ എന്തായാലും വാ കേക്ക് കിട്ടി. എനിക്ക് പണിക്ക് പോകണം, അവൾക്ക് പണിക്ക് പോകണം. എനിക്ക് ഇങ്ങനെ സ്പിറ്റ് കിടന്നാൽ മതിയല്ലോ. പിറന്ന പടി കിടക്കുമായിരുന്നു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, happy birthday to you, happy birthday, happy birthday, happy birthday baby kuta. Okay, അടിപൊളി. കേക്ക് കൊടുത്തു. ഉറക്കത്തി എണീറ്റ് ഞാൻ നോക്കുന്നുണ്ട്. ലൂക്കാച്ചിന്റെ ഫെമിനികളില് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. അല്ലെങ്കിൽ അവൾക്ക് ജോലിക്ക് പോകണം, എനിക്ക് ജോലിക്ക് പോകണം. അങ്ങനെ പെട്ടെന്ന് കണ്ടതിനും ഇതിനൊരു ചെറിയൊരു കേക്ക് കെട്ടിയിടുന്ന എനിക്ക് തോന്നി. തീ ഫുള്ള് കേക്ക് ഫുള്ള് പിന്നെ ഇച്ചിരി കൂടെ തന്നെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നീ ചാടി ഇടിച്ച് വല്ല വല്ല അടിയും തന്നാലും അടിപൊളി പരിപാടി. ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു വന്നിട്ട് ചാടി കയറിയിട്ട് മറ്റേ വേറെ മെറ്റീരിയൽ എടുത്തിട്ടേ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മെറ്റീരിയൽ എടുത്തിട്ട് നിൽക്കാം. ഓക്കെ, അതാ ഏറ്റവും വലിയ കോമഡി. വിശക്കുന്നുണ്ടോടാ? ഞാൻ പയ്യെ വർദ്ധാനം പറഞ്ഞു നല്ല ഉറക്കം. ഇവള് കൊണ്ട് ഇവിടെ എല്ലാം പറഞ്ഞ് ഞാൻ ഓടുമായിരുന്നു കേക്ക് പിടിച്ചോണ്ട്.
എന്തായാലും അടിപൊളി കൊള്ളാം. ലൂക്കാച്ചിന്റെയും ഒക്കെ അവരോട് ഞാൻ പറഞ്ഞായിരുന്നു. അവര് പറഞ്ഞു അയ്യോ നമ്മള് പോന്നല്ലോ എന്നൊക്കെ എന്നോട് പറയായിരുന്നു. എന്തായാലും അടിപൊളി. അപ്പൊ ശരി, നമ്മളിനി ലൂക്കാച്ചിന്റെ അവര് അവിടെ ചെന്നോ ഇല്ലെന്ന് പറഞ്ഞ വിശേഷങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഫെബിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് കഴിഞ്ഞ് അഞ്ജുവിനെ ജോലിക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇനി ലൂക്കാച്ചിനും വാവയും കൂടെ നാട്ടിൽ ചെന്ന് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അവരിനി വിളിക്കും, അവരുടെ കോളിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെയല്ലേ ഒരു രസം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഇറ്റ്സ് മീ ഡിറ്റോ ഷൈൻ.